നമസ്കാരം. ഈ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നാണ്. 4 കോടി ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്ന് മാത്രമല്ല, ആ സംസ്ഥാനം തുടർച്ചയായി ഭരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ സംഘടിത രൂപം എന്ന് പറയാൻ കഴിയുന്ന രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരൊറ്റ MLA പോലും ഇല്ല. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി ഇല്ല. ഇന്ത്യയിലെ 11ഓളം സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിയേ ഉള്ളൂ. ഈ രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലെ ഒന്നിലധികം മുസ്ലിം മന്ത്രിമാർ, ഒന്നിലധികം എന്ന് വെച്ചാൽ 3 അല്ല കേട്ടോ, 2 ഉള്ളൂ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കപ്പെടുന്ന, പുറത്താക്കപ്പെടുന്ന, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കരച്ചിലാണ്. ഇതുപോലുള്ള കരച്ചിൽ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം MP ഇല്ല, മുസ്ലിം മന്ത്രിയില്ല എന്ന തരത്തിലായിരുന്നു. നരേന്ദ്രമോദിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ 2014 മന്ത്രിസഭയിൽ ഷാനവാസ് ഹുസൈൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം മന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന മന്ത്രിസഭയിൽ അക്ബർ എന്ന് പറഞ്ഞ മറ്റൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ അക്ബർ പിന്നീട് ഒരു സ്ത്രീപീഡന കേസിൽ ആരോപണ വിധേയനായി രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ 2 മന്ത്രിസഭയിൽ 2 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. ഇവരൊന്നും തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നതല്ല. ഇവരെയൊക്കെ രാജ്യസഭ വഴി BJP മന്ത്രിയാക്കിയതാണ്. ഇത് ആരുടെ കുറ്റമാണ്, ആരുടെ കുഴപ്പമാണ്? ഒരിക്കലും BJPയുടെ കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സത്യം അതുകൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ല. BJPയുടെ കൂടെ മുസ്ലിം നേതാക്കൾ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റൂ. MLA ആവാനും MP ആവാനും അങ്ങനെ മന്ത്രിയൊക്കെ ആവാൻ പറ്റൂ. അവരുടെ കൂടെയുള്ള മുസ്ലിം നേതാക്കളെയൊക്കെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ജയിപ്പിക്കാറില്ല. ഉദാഹരണത്തിന് നമ്മൾ കേരളം വിട്ട് എങ്ങോട്ടും പോകണ്ട, കേരളത്തിൽ തന്നെ ഉണ്ട്. AP അബ്ദുള്ള കുട്ടി 2 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരിച്ചാണ്, ജയിപ്പിച്ചില്ല. ജയിക്കാത്ത ഒരാളെ എങ്ങനെയാണ് മന്ത്രിയാക്കാൻ പറ്റുന്നത്? പിന്നെ മലപ്പുറത്ത് തന്നെ ഒരു തങ്ങൾ അവരുടെ കൂടെ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യനാണ്, പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. മലപ്പുറത്ത് നിന്ന് നിങ്ങൾ ജയിപ്പിച്ചില്ല. എന്നിട്ട് മാറി നിന്ന് കരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി എന്താണ് യാഥാർത്ഥ്യം? BJPക്ക് വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് വോട്ട് ചെയ്യുന്നവർ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല ഇവർ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകളും മറ്റുമൊക്കെ ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അങ്ങനെ വരാൻ പറ്റുന്നതും രാജ്യസഭ വഴിയൊക്കെയാണ്. അത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് മത്സരിച്ചിട്ടും ജയിക്കാത്തവരെയൊക്കെ ഒരുപക്ഷെ അവർ മന്ത്രിയൊക്കെ ആക്കാറുണ്ട്. ഷാനവാസ് ഹുസൈനെയും അക്ബറെയൊക്കെ അങ്ങനെ തന്നെയാണ് ആക്കിയത്. ഇവിടെ ജോർജ് കുര്യനെ നോക്കുക, അദ്ദേഹം ജയിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ജയിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രവർത്തിക്കണം. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? BJPക്ക് വേണ്ടി പ്രവർത്തിക്കണം, നേതാവാവണം. അങ്ങനെ നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ ഒക്കെ അവർ സീറ്റ് തരും. അപ്പോൾ മത്സരിക്കണം, ജയിക്കണം. ജയിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഒരുപാട് കാലമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ഭരണമൊക്കെ കിട്ടുന്ന സമയത്ത് മന്ത്രിയൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന നിങ്ങളെ പിടിച്ച് കേന്ദ്രമന്ത്രിയൊക്കെ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയല്ലേ? ഇപ്പോൾ ഒരു മുസ്ലിമിന് BJPയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യണമെന്നറിയാം? അവർ ഊരുവിലക്കും, അവർ മദ്രസ മഹൽ കമ്മിറ്റി വിലക്കും, പള്ളി വിലക്കും ഉണ്ടാകും. കഴിഞ്ഞ CA പ്രക്ഷോഭകാലത്ത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ സമരമൊക്കെ നടന്ന സമയത്ത് BJPക്ക് ഇവിടെ കേരളത്തിലൊരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം BJP എന്നൊക്കെ പോയി വേറെ ഏതോ പാർട്ടി ചേർന്നു. പക്ഷേ ആ സമയത്ത് BJPക്കാരായിരുന്നു. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തിനെ ഓടിച്ചിട്ടിടിച്ചു. കാരണം എന്താ? ഈ CA നിയമത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിമിന് നേരിടേണ്ടി വരിക. നിങ്ങൾ പല രീതിയിൽ ഉപദ്രവിക്കും. ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെ പോലെ ഒരാൾ ഏറ്റവും അവസാനമാണ് BJPയിലേക്ക് വന്നത്. അദ്ദേഹത്തിനെ ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തരുത്. കാരണം അദ്ദേഹം ആദ്യം ഇടതുപക്ഷത്തായിരുന്നു, പിന്നീട് വലതുപക്ഷത്തേക്ക് പോയി. ആ 2 അദ്ദേഹം സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളികളറിയാം, ഒരുപാട് ബന്ധങ്ങളും മറ്റുമുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ ഊര് വിലക്കാനോ പള്ളി വിലക്കാനോ മഹൽ കമ്മിറ്റി വിലക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു തൻ്റെ ഇടമുള്ളതുകൊണ്ടാണ് അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ ഒരു സാധാരണ ഒരാൾ പടിപടിയായിട്ട് ഉയർന്നു വന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് നേതാവായ എത്ര മുസ്ലിം നേതാക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും? ചിലപ്പോൾ കാണും, കുറച്ച് പേര് കാണും. അവരെയൊക്കെ അവർ ഓരോരോ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. എന്തേ ജയിപ്പിച്ച് വിടാത്തത്? അങ്ങനെ ജയിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് കരയേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെ അവർ മന്ത്രിയാക്കുന്നു, അവർ MLA ആക്കുന്നു, കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ മന്ത്രിയൊക്കെ ആക്കുന്നു. ഇപ്പോൾ കരഞ്ഞ് ഇപ്പോൾ നിങ്ങൾ 12 സംസ്ഥാനത്തിൻ്റെ കണക്കെടുത്തിട്ടാണ് പറഞ്ഞത്. ഈ 12 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അത് പറഞ്ഞില്ല എന്നുള്ളൂ, പക്ഷേ അതാണ് സത്യം. ഇതിൻ്റെ കാര്യം അതാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കൂ, നേതാവാകൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ, അങ്ങനെ MLAയും MPയും മന്ത്രിയാവും. ഇതൊന്നും ചെയ്യാതെ അവരെ 24 മണിക്കൂറും തെറിയും പറഞ്ഞിട്ട് അയ്യോ ഞങ്ങളെ മന്ത്രിയാക്കുന്നില്ലേ, ആ മന്ത്രിസഭയിൽ ഒറ്റ മുസ്ലിം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് കീറ്റി കാറിട്ട് എന്ത് കാര്യം? അതൊക്കെ ക്രിസ്ത്യാനികളെ കണ്ടുപഠിക്കണം. അവർക്കറിയാം കാലം മാറുന്നതനുസരിച്ച് അധികാരത്തിൻ്റെ ഭാഗമാവാൻ അവർക്ക് നന്നായിട്ടറിയാം. അതിനൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉള്ളവരാണ് അവർ. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു അവർ. ഇപ്പോൾ കാറ്റ് മാറി വീശുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് BJPയിലേക്ക് വരുന്നുണ്ട്. സ്ഥാനം മോഹിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അധികാരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കാനും ശരിയുടെ കൂടെയൊക്കെ ഇരിക്കാനും ഒക്കെ അവർക്കും അറിയാം. ഒരു സമയത്ത് അത് കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ ദേശീയതയുടെ ഭാഗമായി നിൽക്കുന്നത്, ദേശീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഒരുപാട് ക്രിസ്ത്യാനികൾ ആ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മതപരമായിട്ടുള്ള കാരണമോ മറ്റെന്തോ കാരണമോ കൊണ്ട് മുസ്ലിങ്ങൾ ഇപ്പോഴും BJP എന്ന പാർട്ടിക്ക് ഫ്രട്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് മാറിയിരുന്ന് മോങ്ങിയാണ്, അയ്യോ 12 സംസ്ഥാനങ്ങളിൽ ഒറ്റ മുസ്ലിം മന്ത്രിയില്ലേ, MLA ഇല്ലെന്ന്. ഇങ്ങനെയൊക്കെ കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? പോയി പ്രവർത്തിക്ക്, മത്സരിക്ക്, MLA ആവും, MP ആവും, മന്ത്രിയാവും. എന്തിന്? അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയവരാണ് BJPക്കാർ. അപ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടിയാൽ അവർ ചെയ്യും. പക്ഷേ നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങളെ പിടിച്ച് കേന്ദ്രമന്ത്രി MLA MP ഒക്കെ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നേ പറയാനുള്ളൂ.